എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പകാലത്ത് ഒരുപാട് പശുക്കളെ വളർത്തിയിരുന്നു. വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിലുണ്ട്. നമുക്ക് കേരളത്തെ ഇനിയും ഉള്ള കാലം നമ്മുടെ കുട്ടികളുടെ കാലത്ത് മതസൗഹാർദ്ദത്തോടു കൂടിയും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തിക്കുള്ള സുസ്ഥിര വികസനത്തിലൂടെ കൃഷിയെയും കാർഷിക മേഖലയെയും എല്ലാം പുഷ്ടിപ്പെടുത്തിക്കൊണ്ടുള്ള കേരളത്തിൻ്റെ ജലവിധാനത്തെ, ഭൂഗർഭ ജലവിധാനത്തെ താഴോട്ട് പോകാത്ത വിധത്തിൽ നെൽപ്പാടങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള, അങ്ങനെ കുട്ടികളെയും യുവാക്കളെയും സ്ത്രീകളെയും എല്ലാം സംരക്ഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികളുമായി മുമ്പോട്ട് പോകാൻ നമുക്കൊരു ഭരണകൂടം വേണ്ടതുണ്ട്. ജിം എന്ന് പറഞ്ഞും എമർജിങ് കേരള എന്ന് പറഞ്ഞും കേരളത്തിലെ നെൽകൃഷിയും ആ കൃഷിഭൂമിയെല്ലാം തന്നെ മാഫിയകൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരുപാട് നീക്കങ്ങൾ നടന്നിരുന്നു കേരളത്തിൽ. അതിനെയെല്ലാം തടയിടേണ്ടതുണ്ട്. കാരണം നമുക്ക് വേണ്ട വികസനത്തിൻ്റെ മാർഗരേഖ ഇപ്പോഴല്ല. സഖാവ് സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ തുടങ്ങിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏഷ്യയിലെ മറ്റേത് രാജ്യങ്ങളും ആലോചിക്കുന്നതിന് മുമ്പ് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ടെക്നോ സിറ്റിയും ഉൾപ്പെടെ കഴക്കൂട്ടത്ത് 500 ഏക്കർ ഭൂമിയിൽ ഉൾപ്പെടെ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇതെല്ലാം തുടങ്ങി വെച്ചത് ഇടതുപക്ഷം തന്നെയാണ്, മറ്റാരും ചിന്തിക്കുന്നതിന് മുമ്പ്. ആ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കേരളത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, കേരളത്തിന് യോജിച്ച, കേരളത്തിൻ്റെ പ്രകൃതിക്കും ജനസാന്ദ്രതയ്ക്കും യോജിച്ച ഒരു ഭരണം വരേണ്ടതുണ്ട്. അതാണ് ഈ പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളെ പോയ നല്ല കാലത്തിൻ്റെ തിരിച്ചുവരവായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇപ്പോൾ പശുവിനെ വളർത്തണമെന്ന് നമുക്കുണ്ട്. പക്ഷെ പശുവിനെ വളർത്തിയാൽ ഈ പശുവിനെ വിൽക്കണ്ടേ? വിറ്റാൽ ആരെങ്കിലും വാങ്ങണ്ടേ? വാങ്ങിയാൽ ആരെങ്കിലും അതിനെ തെളിച്ചു കൊണ്ടുപോകണ്ടേ? പറ്റുമോ? ഈ കേരളത്തെ കീഴ്പ്പെടുത്താൻ വന്ന ശക്തികളും ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്നവരുമായിരുന്നു കേരളത്തിൽ ഭരിച്ചിരുന്നെങ്കിൽ നാളെ ഈ വിഷരഹിത പച്ചക്കറിയും പ്രകൃതിയെ സംരക്ഷിക്കലും കൃഷിയെ സംരക്ഷിക്കലും ഒക്കെ നടക്കുമോ? ആർക്കാണ് പശുവിനെ വളർത്താൻ കഴിയുക? ഇനി ധൈര്യമായി പശുവിനെ വളർത്താൻ കഴിയും. വളർത്തേണ്ടവർക്ക് എല്ലാവരും വളർത്താൻ നിർബന്ധമായിട്ട് ആരും ഇവിടെ നിർബന്ധിക്കാൻ പോകുന്നില്ല. ബീഫ് കഴിക്കണമെന്ന് കഴിക്കാത്തവർക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികളെല്ലാം തന്നെ അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, കഴിക്കുന്നവരാകട്ടെ കഴിക്കാത്തവരാകട്ടെ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വീടുകളിൽ നിന്ന് ഒരു പൊതി കൊടുത്തുവിടും. ആ പൊതിയിൽ ഇലയിൽ പൊതിഞ്ഞ ചോറുണ്ടാകും, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാകും, അതിൻ്റെ കൂടെ ഒരു കറി ഉണ്ടാവും. ഇവരാണ് ഇനി ഭാവിയിലും രാജ്യം ഭരിക്കുന്നതെങ്കിൽ എന്താണ് ഉണ്ടാവുക? നമ്മുടെ കുട്ടികൾ തുറക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ഇവർ ആരോപിക്കും, ഇവർക്ക് വേണ്ടത് ഇവർ ആരോപിക്കും. കുറേ വിഘടന്മാർ ഈ കുട്ടികളെ മേലെ ചാടി വീഴും. ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് അവർ കൈകാര്യം ചെയ്തിരിക്കും. ഈ ഒരു സ്ഥിതിയാണ് ഇമാതിരി ഭ്രാന്തുകൾ ഇളക്കി വിട്ടാൽ രാജ്യത്തുണ്ടാവുക. ആ ഭ്രാന്തുകൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനമുന്നേറ്റമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഇതൊരു തുടർച്ചയാണ്. ഇത് പെട്ടെന്നുണ്ടായതല്ല. കേരളത്തിൽ ആയിരക്കണക്കിന് പാട്ടം വന്നിരുന്ന നെല്ലുൽപ്പന്നങ്ങളും കാർഷിക വിളവും വരവ് വന്നിരുന്ന ജന്മി തറവാടുകളിൽ നിന്ന് ഇറങ്ങി വന്ന സഖാവ് EMS AKG, EMS നമ്പൂതിരിപ്പാടും AK ഗോപാലൻ നമ്പ്യാരും EK നായനാരും അവരിറങ്ങി വന്നിട്ട് അവരുടെ കുടുംബങ്ങളിൽ ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഇതിന് അവകാശപ്പെട്ടത് കേരളത്തിലെ കർഷകരാണ്, കർഷക തൊഴിലാളികളാണ് എന്ന് പറഞ്ഞ് ആ ഭൂമിയൊക്കെ വീതം വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ 2 വർഷത്തിനകം കേരളത്തിൽ വിമോചന സമരം വന്നു. ആ ഗവൺമെൻറ്റുകൾ പോയി. അതില്ലായിരുന്നെങ്കിൽ, ആ ഗവൺമെൻറ് 5 വർഷം തികച്ചിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ഭൂമിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ആ 10 വർഷത്തിനിടയിലാണ് 2 EMS സർക്കാരുകളുടെ ഇടയിലുള്ള 10 വർഷത്തിനിടയിലാണ് ജന്മിമാരെല്ലാം അവരുടെ ഭൂമി ബിനാമി പേരുകളിലും പട്ടിയുടെയും പൂച്ചയുടെയും പേരിൽ എഴുതി വെച്ച് ഞങ്ങളുടെ കയ്യിലും ഇനി ഭൂമിയില്ല, വിതരണം ചെയ്യാൻ ഞങ്ങളാരും ജന്മികളല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയത്, അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് വലതുപക്ഷമായിരുന്നു കേരളത്തിലെ. അവരെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ഓർമ്മ വരുമ്പോഴൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ഭരണത്തെ തിരികെ കൊണ്ടുവന്നു. ചില ഓർമ്മ തെറ്റുകൾ വരുമ്പോൾ അവർക്ക് കൈപ്പിഴ സംഭവിച്ചു. അങ്ങനെ ഇതാ വീണ്ടും ഒരു വലിയ നല്ലൊരു നാളിലെ മാളോര മണ്ണിലെ തുള്ളിക്കളി കാണാൻ കാറ്റേവ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോൾ നമ്മുടെ ഓർമ്മകൾ, നമ്മളിൽ പലരും അനുഭവിച്ചിട്ടില്ലാത്ത EMSൻ്റെ 1ാം മന്ത്രിസഭയുടെ ഒരാവേശം തിരതല്ലുകയാണ് കേരളമൊട്ടാകെ. ആ തിരതല്ലിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നന്മകൾ തിരിച്ചു പിടിക്കുക, അതിന് വേണ്ടുന്ന കാഴ്ചപ്പാടും കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലൂടെയല്ല. കേരള പഠന കോൺഗ്രസിൽ പ്രഗത്ഭരായ ആളുകൾ വന്ന് പഠനം നടത്തി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന മേഖലകളിലാണ് കേരളത്തിന് പ്രശ്നങ്ങൾ,
കേരളത്തിൻ്റെ ഗതാഗതക്കുരുക്ക്, അതിന് ജലഗതാഗതത്തിലൂടെ ചരക്ക് ഗതാഗതം കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. യുവാക്കൾക്ക് ജോലി നിഷേധിക്കപ്പെടുന്നു. എന്തു വികസനം? എവിടെയായിരുന്നു വികസനം? വെറുതെ വികസന വായ്ത്താരി കൊണ്ടുവന്നത് കൊണ്ട് കാര്യമുണ്ടോ? ആ നിലക്കുള്ള അതിനെല്ലാമുള്ള ഒരു മറുപടി വന്നിരിക്കുകയാണ്. ഈ വിജയത്തിൽ നമുക്ക് വളരെയധികം വിനയത്തോടു കൂടിയാണ് ഈ വിജയത്തെ സമീപിക്കേണ്ടത്. നമ്മൾ ഇതിൽ നവമാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകൾ വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന രീതി അടക്കം നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ തലക്കെട്ടിനകത്ത് ചിലപ്പോൾ ഒരു അപകടം പതിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അവസാനത്തെ വാചകം ഒരു അപകടമായിരിക്കും. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ മേലെ കുതിര കയറലോ അവരെ അപകീർത്തിപ്പെടുത്തലോ നമ്മളെ ഉദ്ദേശമായിരിക്കരുത്. നമ്മൾ വളരെ വിനയത്തോടു കൂടി കാരണം ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത്. 2 വനിതാ മന്ത്രിമാരെ വെച്ചിരിക്കുകയാണ്. ആദ്യമായി കേരള ചരിത്രത്തിൽ വനിതകളുടെ വിഷയത്തെപ്പറ്റി ഗവൺമെൻറ് നല്ല ബോധ്യമുണ്ട്, വിദ്യാർത്ഥികളുടെ വിഷയത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ട്, പ്രവാസികളുടെ വിഷയത്തെപ്പറ്റി ബോധ്യമുണ്ട്. കേരളത്തെ കേരളമാക്കിയെടുക്കാൻ വേണ്ടി കാർഷിക മേഖലയെയും കുടുംബശ്രീയെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ വരാൻ പോവുകയാണ്. IT-യും ഇലക്ട്രോണിക്സ് മേഖലയും ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ വികസന സാധ്യതകൾ വരാൻ പോവുകയാണ്. കേരളത്തിൽ 3-4 വിമാനത്താവളങ്ങളുണ്ട്. വിദേശ ടൂറിസം വലിയൊരു സാധ്യതയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള സഖാവ് തോമസ് ഐസക്കിനെ പോലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിരവധിയായ മന്ത്രിമാരാണ്. ഇതിൽ ഒരു മന്ത്രിയും കാര്യപ്രാപ്തിയില്ലാത്തവരായിട്ടില്ല. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും കേരളം ഇന്ത്യക്ക് മാതൃകയാകാൻ പോകുന്ന ഒരു സംരംഭത്തിനാണ് നമ്മൾ ഈ സാക്ഷിയായിരിക്കുന്നത്. ഞാനിത് അവസാനിപ്പിക്കുകയാണ്, നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള പോക്കിൽ ഒരു പാർത്തനും ഒരു പാർത്ഥസാരഥിയും ഉണ്ടാകും. ആ പാർത്തൻ വിജയനാണ്. വിജയൻ്റെ മറ്റൊരു പേരാണ് പാർത്തൻ. ആ വിജയന് വേണ്ടി ഈ തേര് തെളിക്കുന്നത് അച്യുതനായിരിക്കും, കൃഷ്ണനായിരിക്കും. നമുക്ക് എല്ലാ ആശംസകളും കേരള സർക്കാരിന് അർപ്പിച്ചുകൊണ്ട് ഈ ആഹ്ലാദ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷം വന്നു, ഇനിയെല്ലാം ശരിയാവും. സഖാവ് പിണറായി വിജയനെ അഭിവാദ്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ഒരു 2 മിനിറ്റ് അഭിവാദ്യം തരണമെന്നും പറഞ്ഞിരുന്നു. ഈ തിരക്കിനിടയിൽ പ്രായോഗികമല്ല എന്ന് പറയുകയും എല്ലാവരോടും അഭിവാദ്യം അറിയിക്കണമെന്ന് സഖാവ് പറയുകയുണ്ടായി. സഖാവിൻ്റെ അഭിവാദ്യം എല്ലാവരെയും അറിയിക്കുകയാണ്. ആദ്യത്തെ പരിപാടി മസ്കറ്റിലാവണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പോഴല്ല, മാസങ്ങൾക്ക് മുമ്പ് തന്നെ. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പരിപാടി ഞാനിപ്പോൾ റിജിലാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. 6 മാസം കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിമാർക്ക് മറ്റ് പരിപാടികളിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുന്ന ഘട്ടത്തിൽ. ഏതായാലും ഇന്നത്തെ ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി കേരള വിഭാഗത്തിൻ്റെ ട്രഷറർ ശ്രീ സന്തോഷ് പിള്ളയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഒരേ ഒരു വാക്ക്: എല്ലാം ശരിയാകും. ഈ ചടങ്ങിൽ, ഈ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കേരള വിങ്ങിൻ്റെ മുഴുവൻ അംഗങ്ങളെയും, അതേപോലെ തന്നെ മസ്കറ്റിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും, ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്, അതേപോലെ തന്നെ ഈ പരിപാടി, ആഹ്ലാദ പരിപാടികൾ, അതിൽ ഗാനസന്ധ്യ അവതരിപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന PM ജാബിർ നയിക്കുന്ന, ജലീലിക്ക നയിക്കുന്ന ഒരു സംഘം ഇവിടെയുണ്ട്. ഇതെല്ലാം തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എങ്കിലും അതിലെ പോരായ്മകൾ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് തന്നെ പ്രോത്സാഹനം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ ഗാനസന്ധ്യയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും, അതേപോലെ തന്നെ രക്തസാക്ഷികൾ എന്നൊരു സ്കിറ്റ് ഇവിടെ പത്മനാഭൻ തലോറയും സംഘവും അവതരിപ്പിക്കുന്നുണ്ട്. ആ സ്കിറ്റ് അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്കും, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും, ഈ പ്രോഗ്രാമിൻ്റെ
ഈ പ്രോഗ്രാമിൽ ഭക്ഷണം ഒരുക്കിയിട്ടുള്ള ക്യൂൻസ് റെസ്റ്റോറൻറ്റ്, അദ്ദേഹവും അതിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ BT വിനോദിനും, അതേപോലെ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ മധുരം വിളമ്പിക്കൊണ്ട് റൂവിയിലെ കൂട്ടായ്മ സംഘടിപ്പിച്ച വിതരണം ചെയ്ത പായസത്തിനും ഒരുപാട് നന്ദി കേരള വിങ്ങിൻ്റെ നാമത്തിൽ നിർത്തിക്കൊണ്ട് അനുബന്ധ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഈ ചടങ്ങ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഔപചാരികമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതിൽ പങ്കുചേരാൻ വേണ്ടി കേരള വിങ്ങിൻ്റെ ഇപ്പോഴത്തെ കമ്മിറ്റി അംഗങ്ങളെയും നേരത്തെയുള്ള കമ്മിറ്റി അംഗങ്ങളെയും മുൻ കോ-കൺവീനർ കൂടിയായിട്ടുള്ള സ്കൂൾ ബോർഡ് ചെയർമാൻ വിൽസൺ ജോർജ്, മറ്റ് ആളുകൾ സുനിൽ കുമാർ, കൈരളി ട്രഷറർ ഷാജഹാൻ, ഇവരൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കേക്ക് കട്ടിങ്ങിന് വേണ്ടി. വിൽസൺ, ഇപ്പോഴത്തെ കമ്മിറ്റി അംഗങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളാകും. അതുപോലെ കൈരളി ട്രഷറർ സുനിൽ കുമാർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, KK സുനിൽ കുമാർ. വാ മുൻ കമ്മിറ്റി അംഗങ്ങൾ. പ്രിയമുള്ളവരെ, നന്ദി പറയുന്നതിനിടയിൽ ഒരാളുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് സ്പോൺസർഷിപ്പ് ചെയ്തത് സുജിത് ആണ്. അദ്ദേഹത്തിന് കേരള വിഭാഗത്തിൻ്റെ നന്ദി. മർഫി വിജയൻ ഒരു കഥക് ഫ്യൂഷൻ നൃത്തവുമായി നിങ്ങളുടെ മുൻപാകെ എത്തുന്നു.
मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना सुन। मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना सुन, मेरी चाहते तो फिजा में बहार रहेगी, होके फना। मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना। साथी रे मर के भी तुझको चाहेगा दिल, तुझे ही बेचैनियों में पाएगा दिल। मेरे गीसों के साए में तेरी राहतों की खुशबू है, तेरे बगैर क्या जीना। मेरे रोम रोम में तू है, मेरी चूड़ियों की खन खन से तेरी सदाएं आती है। ये दूरियां हमेशा ही नज़दीक हम बुलाती है। ओ पिया सानिध निधम मग सनि धनि सगम मग सनि धनि सग मग सनि धनि सगम ग म ग सनि ध मग म धनि सनि ध मग म धनि सा नि ध नि धनि स धनि स धनि स धनि स मदनी 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 धनित्स 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 मदनी 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 स मदनी स मदनी स मदनी स सनि धम सनि धम सनि धम सनि धम मम गग स सनि नि स सनि नि द द नि नि स सनि नि द द मम गग स सनि नि द द धनि स स स नि द स स स मद स स स। मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना। നയിക്കുന്ന പോലെയല്ല ഒരു ഓർക്കസ്ട്ര നയിക്കുക എന്നുള്ളത്. ഇവിടെ കൈരളി കേരള വിഭാഗം കുടുംബാംഗങ്ങളാണുള്ളത്. ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞിട്ട്, ഈ ലൈറ്റ് വേണോ? ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. കൈരളി ആർട്ട് ക്ലബ്ബ്, ഇതിൻ്റെ പൂർവിക സംഘടനയായിട്ടുള്ള കൈരളി ആർട്ട് ക്ലബ്ബ് ആദ്യമായിട്ടൊരു പരിപാടി, ആഘോഷ പരിപാടി നടത്തുന്നത് 1991 അന്ന് വരെ ഉണ്ടായിരുന്ന സർവ്വ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടുള്ള ആ ആഘോഷ പരിപാടി വൈകുന്നേരം 5 മണിയോടുകൂടി തുടങ്ങി പുലർച്ചെ 3-4 മണി വരെ നീണ്ടു നിൽക്കുകയുണ്ടായി. അന്ന് അതിന് മുഴുവൻ പരിപാടികളുടെയും ചുക്കാൻ പിടിച്ചത് നാട്ടുകാരെല്ലാവരും വളരെ ആദരപൂർവ്വം ജലീൽക്ക എന്ന് വിളിക്കുന്ന ജലീൽ മാളിയക്കലാണ്. അത് കഴിഞ്ഞ് പിന്നീട് കേരള വിഭാഗത്തിൻ്റെ രൂപീകരണം 2001, 10 വർഷങ്ങൾക്ക് ശേഷം 2001 കേരള വിഭാഗത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ആദ്യ യോഗം, കേരള ഉദ്ഘാടനത്തിൻ്റെ ആദ്യ ചടങ്ങ് ഇതേ സ്റ്റേജിൽ നടക്കുമ്പോൾ യേശുദാസ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നും മുഴുവൻ കലാപരിപാടികളുടെയും പ്രത്യേകിച്ച് സംഗീതത്തിനെയും ചുക്കാൻ പിടിച്ചത് ശ്രീ ജലീൽ മാളിയക്കലാണ്. വലിയ നല്ലൊരു ജലതരംഗം കലാകാരൻ കൂടെയാണ്. 10 സംഗീത ഉപകരണങ്ങൾ ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വിദഗ്ധനാണ്. ഈ
4 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഇത് ഞാൻ ആവശ്യപ്പെടുന്നത്, ഇങ്ങനെ അത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും ഈ ഒരു ഇത് ചിട്ടപ്പെടുത്താൻ ജലീൽക്ക തയ്യാറായിട്ടുണ്ട്. ജലീൽക്കാൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ളവർ ആരാന്ന് പറയാം. അന്ന് അങ്ങേയറ്റത്ത് ഈ ഡ്രമ്മുമായിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനാണ് റമീൻ ജലീൽ. 91 ഇദ്ദേഹം 4 വയസ്സുള്ള പയ്യൻ. ഈ അന്നത്തെ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാകും ചെറിയൊരു സാധനം കുളിക്കൊണ്ടിരുന്നത്. ഇത് ഷബി ഷംസാണ് ഡ്രം പ്ലേ ചെയ്യുന്നത്. അമ്മു വിജയൻ എല്ലാവർക്കും അറിയാം. പിന്നെ കൂടെ പാടുന്നത് ഗീതാ വിജയൻ, ഗിരിജ പ്രസാദ്, ആയിഷ ജലീൽ, ശ്രീകല മാധവൻ, ഷഹനാസ് ജാബിർ, ദീപ സജീഷ്, ഹസീന ഫിർസാദ്, ശ്രീജ രമേശ്, സന്തോഷ് പിള്ള, സൂരജ് ജയദേവൻ, സെലിൽ, ഗോപൻ, രഞ്ജിത്ത് പെരിങ്ങേത്ത് എന്നിവരാണ്. അതൊക്കെ പുറകെ വരും. ഞങ്ങൾ ഈ ഗാനം ആരംഭിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയിൽ നിന്നാണ്. 1905 രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചിട്ടുള്ള എക്ലോ ചോളരെ എന്ന് പറയുന്ന ഒരു ഗാനം. ഇതിൻ്റെ പ്രത്യേകത, ഇത് മഹാത്മാഗാന്ധിക്ക് ഉൾപ്പെടെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഗാനമാണ്. മറ്റാരും കൂടെ ഇല്ലെങ്കിലും നീ യാത്ര ആരംഭിക്കുക, നിൻ്റെ കൂടെ യാത്രയിൽ എല്ലാവരും പങ്കെടുക്കുമെന്ന് പറയുന്നൊരു ഗാനമാണിത്. ഇത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെ സംഗീതം നൽകിയിട്ട് പാടിയിട്ടുണ്ട്. പിന്നീട് കിഷോർ ദാ പാടിയിട്ടുണ്ട്, മന്നാഡെ പാടിയിട്ടുണ്ട്, AR റഹ്മാൻ സംഗീതം നൽകി അടുത്ത കാലത്ത് നേതാജിയെക്കുറിച്ചുള്ള സിനിമയിൽ പാടിയിട്ടുണ്ട്, ശ്രേയാ ഘോഷൽ പാടിയിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ പാടിയിട്ടുണ്ട്. വളരെ പ്രത്യേകതയുള്ളതാണ്. സുചിത്ര മിത്ര എന്ന് പറയുന്ന ഈ രവീന്ദ്ര സംഗീതത്തിൽ അവഗാഹമായിട്ടുള്ള പാണ്ഡിത്യമുള്ളവർ നിരവധി തവണ പാടിയിട്ടുണ്ട്. ഇവിടെ ഇത് പാടുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള അമ്മു വിജയൻ. दक्षिण क्यों ना आशे तोबे अकल चलो रे जोदी तोर दक्षिण क्यों ना आशे तोबे अकल चलो रे अकल चलो एकला चलो एकला चलो एकला चलो रे जोदी तोर दक्षिण क्यों ना आशे तोबे अकल चलो रे अकल चलो चलो एकले चलो एकले चलो रे जोदी तोर दक्षिण क्यों ना आशे तोबे एकले चलो रे जोदी तोर दक्षिण क्यों ना आशे तोबे एकले चलो रे जोदी तोर दक्षिण क्यों ना आशे तोबे एकले चलो रे जोदी तोर दक्षिण क्यों ना आशे तोबे एकले चलो रे সভায় ফিরে যায় ওরে ও রে ও ভাগা সভায় ফিরে যায় যদি গহন পথে যাবা কালে কেউ ফিরে না যায় যদি গহন পথে যাবা কালে কেউ ফিরে না যায় তবে পথের কোঠা তোর রক্ত মুখা চূর্ণ তোলে একলে দোলো রে
যদি তোরা দাক্ষণিকেও না আসে তবে একলে চলো রে, যদি তোরা দাক্ষণিকেও না আসে তবে একলে চলো রে। যদি আলো না ধরে ওরে ওরে ও বাবা, আলো না ধরে যদি ছাড় বদলে আধারতে দুয়া ধোয় খরে, যদি খড় বদলে আধারতে দুয়া ধোয় খরে, তবে বজ্র নলে, তবে বজ্র নলে আপন বুকের বজ্র জ্বালিয়ে নিয়ে একলা চলো রে, যদি তোরা দাক্ষণিকেও না আসে তবে একলা চলো রে, যদি তোরা দাক্ষণিকেও না আসে তবে একলা চলো রে। একলা চলো, একলা চলো, একলা চলো, একলা চলো রে, যদি তোরা দাক্ষণিকেও না আসে তবে একলা চলো রে। একলা চলো, একলা চলো, একলা চলো, একলা চলো রে। একলা চলো, একলা চলো, একলা চলো, একলা চলো রে, যদি তোরা দাক্ষণিকেও না আসে তবে একলা চলো রে। വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ എറണാകുളത്ത് ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് രചിക്കുകയും പിന്നീട് പല നാടകങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗാനം. ഞങ്ങളിവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ചിട്ടുള്ള, നല്ലൊരു നാളേക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള മുഴുവൻ രക്തസാക്ഷികളെയും സ്മരിച്ചുകൊണ്ട് പാടുന്നു. ഇതിലെ ജനപദങ്ങളെ
ചെങ്കൊടി നേടി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ വിവിധ ജലകോടികൾ ചാത്തുന്നു നിങ്ങളിൽ സമരപുലകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളെ ഇതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ മാനവ സ്നേഹമാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ ചെങ്കൊടിക്ക് കീഴെ അണിനിരക്കുന്നത്. നല്ലൊരു നാളെ സ്വപ്നം കാണുന്നവർക്ക് ആശയവും ആവേശവുമാണ് ചെങ്കൊടി. ചെങ്കൊടി വാനിൽ ഉയരട്ടെ എന്ന പേരുള്ള ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഷാബു മാളിയക്കൽ, സംഗീതം നൽകിയിട്ടുള്ളത് ജലീൽ മാളിയക്കൽ. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ പാടുന്നു. ഉയരട്ടെ ഉയരട്ടെ അങ്ങനെ. സ്നേഹം മതമായി കരുതും മാർസിസമെന്നൊരു പ്രസ്ഥാനം മതേതരത്വം മാറി പുണരും മാനവമൗലിക പ്രസ്ഥാനം മാനവ സ്നേഹം മതമായി കരുതും മാർസിസമെന്നൊരു പ്രസ്ഥാനം മതേതരത്വം മാറി പുണരും മാനവമോചന പ്രസ്ഥാനം ഉയരട്ടെ ഉയരട്ടങ്ങനെ ഉയരട്ടങ്ങനെ ചെങ്കൊടി ഉന്നത ശൃംഖല മേഖലയിൽ
ഉയരട്ടങ്ങനെ ചെങ്കൊടി ഉയരട്ടങ്ങനെ ചെങ്കൊടി ഉയരട്ടങ്ങനെ ചെങ്കൊടി ഉയരട്ടങ്ങനെ ചെങ്കൊടി. ഒരു വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് നാടകത്തിന് കലയ്ക്ക് കേരളത്തിൽ ഇടതുപക്ഷത്തെ വളർത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റത്തെ വളർത്തുന്നതിൽ വലിയൊരു പങ്കുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന ഗാനവും അതിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പൊന്നരിവാൾ അമ്പിൽ എന്നുള്ള ഗാനവും സഖാവ് എം എൻ ഗോവിന്ദൻ നായർ ഒളിവിലിരിക്കെ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ONVയും ദേവരാജ മാസ്റ്ററും ഉണ്ടായിരുന്നു. ആ സമയത്ത് രാത്രിയിൽ നല്ല നിലാവുള്ള രാത്രിയിൽ അദ്ദേഹം ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ONV രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഒരു ഗാനം രചിക്കേണ്ടായി. അതാണ് പൊന്നരിവളമ്പിളിയിൽ. ഇത് നാടകത്തിൽ വരുന്നതിന് മുമ്പ് വിവിധ ചടങ്ങുകളിൽ പാടി ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള ആശയം മനസ്സിലാക്കാൻ അന്നത്തെ രഹസ്യ പോലീസുകാർക്ക് സാധിച്ചില്ല. ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കുന്നതിൽ വലിയ പങ്കാണ് ഈ ഒരു ഗാനവും വഹിച്ചിട്ടുള്ളത്. നാടകത്തിന് 2 വർഷം മുമ്പ് തന്നെ ഈ ഗാനം പുറത്തിറങ്ങുണ്ടായി. പ്രാർത്ഥനയ്ക്ക് പകരം അഭിവാദ്യ ഗാനം പാടുന്ന ഒരു രീതിയും ഈ ഗാനത്തോടു കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. സഖാവ് AKG ഒളിവിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സ്വീകരണത്തിലാണിത് വലിയ രീതിയിൽ പാടിയിട്ടുള്ളത്. ദേവരാജ മാസ്റ്റർ തന്നെ പാടുകയുണ്ടായി. പിന്നീട് മേദിനി ടീച്ചറും മറ്റു ഈ ഗാനം ആലപിക്കുണ്ടായി. ഇന്ന് ONVയുടെ ജന്മദിനമാണെന്ന് സഹ ബാലകൃഷ്ണനോട് പറയുണ്ടായി. ONVയുടെ 18 വയസ്സുള്ളപ്പോഴാണ് ONV ഈ ഗാനം രചിച്ചിട്ടുള്ളത്. ഇതിലുള്ള പ്രണയവും വിപ്ലവവും ഒരുമിച്ച് നിൽക്കുന്ന ഈ ഗാനം തോളോട് തോൾ ഒത്തുചേർന്ന് വാളുയർത്താനുള്ള ആഹ്വാനം കൂടെയായിരുന്നു. ഇന്ന് എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ള ഒരു ഗാനമാണ്. പുതിയൊരു മന്ത്രിസഭ അധികാരത്തിലേറ്റുന്നതിന് ഒരു അഭിവാദ്യ ഗാനം എന്ന രീതിയിൽ ഇത് പാടുകയാണ് പൊന്നരിവാൾ അമ്പിളിയിൽ. പൊന്നരിവാൾ